തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കൗതുകമുണ്ടായ ഒരു സംസ്ഥാനമാണ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഗവർണർ കടുത്ത നിലപാടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചത്. ഏറ്റവും മാന്ത്രിക നമ്പർ, അതായത് 117 എന്ന നമ്പർ പൂർത്തിയാക്കി വന്നാൽ മാത്രം ക്ഷണിക്കാമെന്ന് ലോക്ഭവനിൽ നിന്ന് അറിയിപ്പ് വരുമ്പോൾ അവിടെ TVKയുടെ അധ്യക്ഷനായ വിജയ് തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഫലം കണ്ടിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അങ്ങനെ TVK അധ്യക്ഷൻ വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. മാത്രവുമല്ല, അതിൽ ഇടത് പാർട്ടികളുടെ 2-4 അടക്കമുള്ള പിന്തുണ ആർജിക്കാനും കോൺഗ്രസിൻ്റെ 5 MLA-മാരുടെ പിന്തുണ അടക്കം ആർജിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. വിജയെ പിന്തുണച്ചവർ, വോട്ട് ചെയ്തവർ, വിജയ് ആരാധകർ എല്ലാവരുടെയും ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും പരിഹാരമുണ്ടായിരിക്കുകയാണ്. വിജയ് നാളെ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്നീ പാർട്ടികളുടെ 2 MLA-മാരുടെ വീതം പിന്തുണ. ആ പിന്തുണയാണ് വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള വലിയ സഹായമായി മാറിയത്. ഇന്ന് രാവിലെ മുതൽ പലയിടങ്ങളിലായി ചർച്ചയായിരുന്നു. CPM-ഉം CPI-യും VCK-യും മാറി മാറി യോഗങ്ങൾ ചേർന്നു. ആ യോഗത്തിനൊടുവിൽ ആദ്യം CPI TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, പിന്നാലെ CPM പിന്തുണ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് VCK പിന്തുണ പ്രഖ്യാപിച്ചു. അതിനൊപ്പം തന്നെ മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചു. ഈ ഘട്ടത്തിലാണ് ഗവർണറെ കണ്ട് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ വിജയ് അനുമതി തേടിയത്. അത് ഗവർണർ അംഗീകരിച്ചു. അതിനുശേഷമാണ് വിജയ് CPI-യുടെയും CPM-ന്റെയും ഓഫീസുകളിൽ നേരിട്ടെത്തി നന്ദി അറിയിച്ചത്. DMK-യും DMK-യും തമ്മിലുള്ള സഖ്യമുണ്ടാവുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് DMK പറയുന്നത് കണ്ടു. അതുമാത്രവുമല്ല, സംസ്ഥാനത്താകമാനം ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം TVK നടത്തി. ഇതിനിടയിൽ മയിലാടുതുറയിൽ കോൺഗ്രസ് പ്രവർത്തകരും DMK പ്രവർത്തകരും തമ്മിൽ സംഘർഷവുമുണ്ടായി. എന്തായാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ DMK-യിൽ നിന്നും DMK-യിൽ നിന്നും അല്ലാതെ ഒരു മുഖ്യമന്ത്രി വരികയാണ്. പാർട്ടി രൂപീകരിച്ച് 2 വർഷം കൊണ്ട് മാത്രം വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നെടുക്കുന്നു. DMK-ക്ക് വിട്ടുപോയ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമാവും. എന്നാൽ CPM-ഉം CPI-യും മന്ത്രിസഭയിൽ അംഗമാകാനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. தாவேகா ஒரு புதிய கட்சி ஆட்சி அமைப்பதற்கு ஒரு வாய்ப்பு கொடுப்பதற்கும் அதன் மூலம் மக்களினுடைய விருப்பத்தை நிறைவேற்றுவதற்கும் மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி, இந்திய கம்யூனிஸ்ட் கட்சி உட்பட கட்சிகள்லாம் நாங்கள் தாவேகா அரசு அமைப்பதற்கு ஆதரவு கொடுத்துருக்குறோம். ஆதரவு கொடுத்தது மட்டும் இல்லாமல் இப்படி ஒரு ஆதரவு கொடுக்காம போனால் தமிழ்நாட்டில் குடியரசுத் தலைவர் ஆட்சி தான் வருங்கிற சூழ்நிலை என்பது இருக்குது. எனவே தேர்தல் முடிஞ்சு மக்கள்லாம் ஒரு ஆட்சி அமையும் என்று எதிர்பார்த்திருக்கிற சூழ்நிலையில் ஒரு குடியரசுத் தலைவர் ஆட்சி அமைப்பது, அதுக்கு வழிகோலுவது ரொம்ப ரொம்ப மக்களுடைய விருப்பத்துக்கு விரோதமாக முடியும். വിജയ് ആരാധകരും വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത, മാറ്റത്തിന് വേണ്ടി കൊതിച്ച ആളുകളും നാളെ രാവിലെ 11 മണിക്കായി കാത്തിരിക്കുന്നു വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കാണാൻ. തമിഴ്നാട്ടിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാവില്ല, വിജയ് നയിക്കും. ചെന്നൈയിൽ നിന്ന് വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.